എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. നീ എന്താ ചിരിക്കുന്നത്? നിനക്ക് പേയളക്കി. വിജയജിയോട് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാല്, നിങ്ങള് പല പ്രാവശ്യം ഉത്തരം മുട്ടുമ്പോ ചാണകം എന്ന് പറയും. ചാണകം നമുക്ക് അഭിമാനാണ്, മനസ്സിലായോ? നിന്നെ പോലെ ഒരാളെയാണ് എനിക്ക് ആവശ്യം. നീ വാ. ചാണകം പറയും. ചാണകം നമുക്ക് അഭിമാനാണ്, മനസ്സിലായോ? കൊറോണ വന്നപ്പോ ചാണകം കുടിക്കാൻ പറഞ്ഞത് നിങ്ങളാണ്. സോറി, എനിക്ക് ഫ്ലാറ്റ് മാറിപ്പോയതാ. കുട്ടി കഴിക്കാൻ പറഞ്ഞത് നിങ്ങളാണ്. അതെ അതെ, നമ്മൾ സമ്മതിച്ചു. ഈ രാജ്യം 21 ഗോമൂത്രം കഴിക്കാൻ പറഞ്ഞത് നിങ്ങളാണ്. അതെ അതെ, നമ്മൾ സമ്മതിച്ചു. ഈ രാജ്യം കുറ്റസമ്മതം നടത്തി അല്ലേ? 21ാം നൂറ്റാണ്ടിലെത്തി. ഇരുണ്ട യുഗത്തിലല്ല ഇന്ത്യ. മന്ത്രിയാണ്, അതിനെ ഞങ്ങൾ എതിർക്കും. ചാണകം തിന്നാനുള്ളതല്ല. ചാണകം എന്റെ പൊന്നല്ലു, ചാണകത്തിന്റെ മണമില്ലാത്തൊരു കാപ്പി കുടിച്ചിട്ട് ചത്താ മതി. നമുക്ക് ചാണകം അഭിമാനം തന്നെയാ. കണപതിയായി പോയി. ചാണകം ശുദ്ധി വരുത്തുന്നതാണ്, അറിയാമല്ലോ. ഗോമൂത്രം അതിനേക്കാൾ ശുദ്ധി വരുത്തും. ഒരു പ്രത്യേക ജീവിതല്ലേ. പണ്ട് കാലത്ത് ഒരാൾ ഇങ്ങളെ നിൽക്കുന്ന ഒരാളൊന്നും ചാണകം ചവിട്ടാതെ ഇങ്ങളെ പൂർവജന്മാരില്ല. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നത്. ചാണകം ചവിട്ടാതെ ഇങ്ങളെ പൂർവജന്മാരില്ല. എന്നാ ആനന്ദ, താൻ ഒരു കാര്യം ചെയ്യും. 1 കിലോ നല്ല ചാണകം എടുത്ത് ഒരു സിന്ധി പശുവിന്റെ 1.25 ലിറ്റർ മൂത്രം അതിലൊഴിച്ച് 1 ടീസ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി 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 താണം കൊണ്ട് കുടിച്ചോ. ഞാൻ പോകുന്നു. ബൈ ബൈ.